ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണെന്ന് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ തമ്മിലും എൻ്റെ കാര്യം പിടിയിട്ടിട്ടുണ്ടാവും. യെസ്, അങ്ങനെ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഡേ എത്തിയിരിക്കുകയാണ്. യെസ്, തേസായിട്ടൻ ഇന്നെത്തും. അപ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവണം. അപ്പോൾ ഇന്നത്തെ റെഡി ആവൽ ഭയങ്കര ഒരു സ്പെഷ്യൽ റെഡി ആവലായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം. ഉറങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിലും എൻ്റെ മുഖത്ത് ക്ഷീണമൊന്നും അറിയുന്നില്ലല്ലോ. എന്തെങ്കിലും മുഖത്തുണ്ടോയെന്ന് എനിക്കറിയില്ല, മനസ്സിന് ക്ഷീണമേ ഇല്ല. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ സന്തോഷത്തിലാണ് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തോ വർത്തമാനം പറയാൻ എനിക്ക് തോന്നിയില്ല. അപ്പം ഞാനിങ്ങനെ വെറുതെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ എടുത്തപ്പോൾ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ റെഡിയായി. എന്നിട്ട് ഞാൻ തേസായിട്ടിന് തലേദിവസം രാത്രി ഇങ്ങനെ ഒരു ബൊക്കെയൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ സെറ്റ് ചെയ്തിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരാളൊരു ഫ്ലവറൊക്കെ മേടിക്കുന്നു കേട്ടോ. പിന്നെ ഭയങ്കര അവിടെ പോയിട്ട് എനിക്ക് ആ കൺഫ്യൂഷൻ. ഇങ്ങനെ ബൊക്കെയൊക്കെ ഉണ്ടാക്കുന്നു ആദ്യമായിട്ടാണ്. അപ്പോൾ ഏത് കളർ കോമ്പിനേഷൻ വേണം മിക്സ് ചെയ്യണം. ലാസ്റ്റ് ഇങ്ങനെ ലൈറ്റ് കളേഴ്സൊക്കെ ഇവിടെ അങ്കിളും ആൻറ്റി അമ്മയൊക്കെ റെഡി ആയിട്ട് ഞാൻ കാണിച്ചു കേട്ടോ. അങ്കിൾ, തേച്ചേട്ടൻ തിരിച്ചെത്തുന്നു. ഹൗ ഡു യു ഫീൽ? Feeling so happy. So happy? So proud. So proud? വേറെ ഒന്നുമില്ല, വളരെ സന്തോഷം കൊണ്ട് ആൻറ്റി എന്ത് തോന്നുന്നു ആൻറ്റി? തീർച്ചയായിട്ടും ഇന്ന് തിരിച്ചെത്താൻ പോകുന്നു. വളരെ സന്തോഷം. അഞ്ച് മാസത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ ഓൾറെഡി അങ്കമാലിയിൽ ഉണ്ടായിരുന്നു. അതെ, എല്ലാം കൊണ്ടും കറക്റ്റ് സമയത്ത് തന്നെ എത്തി. അമ്മ ഹൗ ഡു യു ഫീൽ അമ്മ? ഭയങ്കര സന്തോഷം. നിന്റെ പിന്നാലെ നീ കുറച്ച് മാസത്തിനാളായി. എന്താ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാൻ സമയം? പിന്നാലെ ഓടാൻ ആളായല്ലോ. ഓക്കെ, നമുക്ക് പോവല്ലേ? ആൻറ്റി തണുപ്പ് കാരണം തലയിൽ മഞ്ഞ സമയം ഇപ്പം എത്ര? 6 മണി, 6 o'clock രാവിലത്തെ ഫ്ലോർ. എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് പറയാനറിയില്ല. മൊത്തം ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ടൂർ പോകണ ഒരു ഫീൽ. ഞാനൊരു ക്യാമറമാനാണ്. ക്യാമറമാൻ, പാനിങ് ഷോട്ടൊക്കെ. നമ്മൾ എയർപോർട്ട് എത്തി. കുറച്ച് നേരത്തെയാണ് എത്തിയത്. എന്നാലും കുഴപ്പമില്ല, ലേറ്റ് ആവുന്നേക്കാ ബെറ്ററല്ലേ. എത്തിയാ ശാന്തിയായിട്ടാണ് ബൊക്കെ കൊണ്ടിങ്ങനെ തുറച്ച് നോക്കണം. എൻ്റെ ആദ്യത്തെ പ്ലാൻ എന്തായിരുന്നത്? ബലൂൺ ഇട്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു കുറെ തിരക്കുണ്ടാവും. അപ്പൊ എൻ്റെ ഹൈറ്റിൽ ബലൂൺ ഉണ്ട് ടീച്ചർ. ഇവിടെ ഒരു മനുഷ്യനില്ല. കറക്റ്റ് ടൈമിങ്ങിന് കറക്റ്റ് നമ്മൾ പാർക്ക് ചെയ്യാൻ നിന്നപ്പോ ടീച്ചറിനെ വിളിച്ചു എത്തിന്ന്. ഞാൻ വിചാരിച്ച എയറിൻ്റെ ആയതുകൊണ്ട് 7:05 എന്നുള്ളത്. പക്ഷെ ഇത് നേരത്തെ 10 മിനിറ്റ് നേരത്തെ, അല്ല 15 മിനിറ്റ് നേരത്തെ എത്തി. അവിടെ നിന്ന് ഇങ്ങനെ ബാഗേജ് ഞാൻ പറഞ്ഞു
സെൻഡിങ് ഉണ്ടായിരുന്നു. ആ ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ഇങ്ങോട്ട് നിന്നാ മതി. യെസ്, അങ്ങനെ ചേച്ചിയുടെ വന്നു. ഇതാണ് ആരനായിട്ട് വീഡിയോ എടുത്തത്. ആരനെ വ്ളോഗിൽ കണ്ടിട്ടില്ല അല്ലേ? അന്ന ചേച്ചി വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും ആരാണ്. അപ്പോൾ രാവിലെ എൻ്റെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഉറക്കം തൂങ്ങി ടെർമിനൽ വരെ മാറി അവിടെ കൊണ്ടു നിർത്തി ഓടി വന്ന് ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോകണം. ഞാൻ കാർ എടുക്കാൻ വന്നതാണ്. ഇനിയുണ്ടോ? ഡ്രൈവർ ചേഞ്ച് ആയി. ആഫ്റ്ററല്ലോ ബാക്ക് ഓൺ കറുത്ത് എഴുതി. How do you feel? Feel sleepy. തല്ല് പിടിച്ച് അടുത്ത മാസം പറഞ്ഞു വിടാം. കേട്ടല്ലോ, ക്ഷീണിച്ചു. പക്ഷെ മറ്റേ ഇതിന് മുന്നത്തെ ഷിപ്പൊന്നും വന്ന അത്ര ക്ഷീണമില്ല. മറ്റേ ഏതായിരുന്നു ജഗ് ആലോകുന്ന ആരോഗ്യകരമായ ക്ഷീണം. അത് മുടിയൊക്കെ ഒന്ന് വെട്ടിയ സെറ്റ് ആവും. കളർ എന്റെ കളർ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ മൊത്തം എണ്ണയൊക്കെ തേച്ച് ഒരാവശ്യമില്ലാണ്ട് മുടി ഒട്ടിയിരിക്കണമെന്ന് ഒന്നും മനസ്സിലാവൂല. എന്ത് സാരമില്ല, ഡോളേഴ്സ് കൊടുത്താ മതി. ഡോളേഴ്സ് എടുക്കും. ചുമ്മാ ഞാൻ കൊടുക്കാം. വന്ന ഉടനെ മീൻ മേടിക്കും. പാവം കുറേ കാലമായി നമ്മുടെ വീട്ടിലെ മീൻ കറിയും ചോറും പുളിശ്ശേരിയൊക്കെ കഴിച്ച്. അപ്പം അതിൻ്റെ ആവേശത്തിൽ ഫിഷ് മേടിക്കാൻ പോയി. രണ്ടമ്മമാരും ചെയ്ത സ്തുതി. അങ്കിളും ഞാനും കറില്ല. അപ്പോൾ ചേച്ചേട്ടനെത്തി. അപ്പം ഞാൻ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലെങ്കിൽ ചേച്ചേട്ടൻ കിടന്നുറങ്ങട്ടെ. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ പോകുന്നതൊന്നും ഞാൻ അറിയിച്ചിട്ടില്ലല്ലോ, കാരണം അത് നമുക്ക്. അപ്പോൾ ഇനി ഞങ്ങൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.